ഒരു ദിവസമാണെങ്കിലും ജയിൽ ജീവിതം എങ്ങനെയായിരുന്നു? ജയിൽ സ്വാഭാവികമായിട്ടും ജയിലാണല്ലോ. അതിലിപ്പോൾ ജയിലിനകത്ത് സ്വർഗം ഉണ്ടെങ്കിലും ജയിലാണ്. ജനകീയ സമരത്തിൽ ഇങ്ങനെ ഒരു അനുഭവം പ്രതീക്ഷിച്ചിരുന്നു? സ്വാഭാവികമായിട്ടും ഇതിലും വലുത് പ്രതീക്ഷിച്ചാണല്ലോ ഇറങ്ങിയത്. നമ്മൾ പിണറായി വിജയനെതിരെ, ഈ ഗവൺമെൻറ്റിനെതിരെ ഇത്രയും വ്യക്തമായി പറയുമ്പോൾ നമ്മളെ ഒതുക്കുക എന്നല്ലാതെ പറഞ്ഞ കാര്യത്തിന് മറുപടിയോ നടപടിയല്ലല്ലോ. അപ്പം നമ്മളില്ലായ്മ ചെയ്യും. അത് നമ്മൾ പണ്ടേ കണക്കാക്കിയതാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിടത്തേക്കൊന്നും ഇപ്പോഴും എന്താ പറയുക, ഇല്ലായ്മ അവർ ശ്രമിച്ചിട്ട് എത്തിയിട്ടില്ല. ഇന്നലെ ഒരു വളരെ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ അറസ്റ്റ് നടന്നത്. പക്ഷേ ആ അറസ്റ്റ് പൊളിഞ്ഞുപോയി. ജുഡീഷ്യറി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയുണ്ട്. ജുഡീഷ്യറിയിലേക്ക് അവരുടെ എന്താ പറയുക കരാളഹസ്തങ്ങൾ നീളാത്തിടത്തോളം കാലം ഈ പോരാട്ടങ്ങൾ മുന്നോട്ട് പോകും. ഒരു ദിവസമെങ്കിലും ജയിലിൽ അടക്കുന്നതിലൂടെ അവരുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ പോരാട്ട വീരത്തെ തളർത്താൻ പറ്റുമെന്ന് അവർ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ ഈ നിയമസഭാ സമ്മേളനം വരുന്നത് വരെ തുടങ്ങി 10-15 ദിവസം സമ്മേളനം, ആ സമ്മേളന കാലാവധിയിൽ ഞാൻ പുറത്തുണ്ടാവണം എന്നതായിരുന്നു സർക്കാരിൻ്റെ ആവശ്യം. അത് ജുഡീഷ്യറിയുടെ ഇടപെടലുകൊണ്ട് നടന്നില്ല. കോടതിയുടെ പ്രവർത്തനത്തിൻ്റെ അവസാന മണിക്കൂറുകളിലാണ്, അവസാന മിനിറ്റുകളിലാണ് ഉത്തരവ് വരുന്നത്. ആ സമയത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും ആ ഉത്തരവ് കൊണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എന്താണ് നിങ്ങൾ ആ സമയത്ത് കരുതിയത്? ഇല്ല, ഞാൻ കിടന്നുറങ്ങിയിരുന്നു. 8 മണിക്ക് വരെ ഒന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം 5 മണിക്ക് ഓർഡർ ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാൻ നടക്കില്ല. കാരണം അവിടുന്ന് ഓർഡർ വാങ്ങി സൈൻ ചെയ്ത് 7 മണിക്ക് മുമ്പ് ജയിലിലെത്തുക എന്ന് പറഞ്ഞാൽ അപ്രാപ്യമാണ് ഇന്നത്തെ ട്രാഫിക്കിൽ. അപ്പോൾ ഇന്ന് വരുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നില്ല. പിന്നെ അവരൊന്ന് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് ഈ രാത്രി വരെ ജയിലിലായിരുന്നു. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? അവിടെ ഞാൻ കാര്യമായിട്ട് ഉറങ്ങിയായിരുന്നു, കിടന്നുറങ്ങിയായിരുന്നു. ഇവിടുന്ന് ഞാൻ ജീപ്പ് കയറി പോലീസുകാർ പറയുന്നുണ്ട് അവിടെ വരെ ഞാൻ കുറുക്കം വലിക്കാതെ അവിടെ പോയിട്ട് വീണ്ടും ഞാൻ കിടന്നുറങ്ങി. സുഖമായിട്ട് ഉറങ്ങി. ഒരു 10-16 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും വിചാരിക്കുന്നു മിനിമം. അതിനൊരു റിലാക്സേഷൻ ഉണ്ട്. നേരത്തെ ഈ പിണറായിയെ കുറിച്ച്, സർക്കാരിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് പ്രത്യക്ഷമായിട്ട് തന്നെ UDF-ന്റെ നേതാക്കളൊക്കെ വലിയ പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയുണ്ടായി, ഇന്നലെ ഇന്നുമാകായിട്ട്. ഇത് മറ്റൊരു മുന്നേറ്റത്തിന് കരുത്തേകുമോ? ഞാൻ അങ്ങനെ ഒരു കരുത്തിനോ ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ എൻ്റെ ഒരു ബെനിഫിറ്റോ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ നല്ല ബെനിഫിറ്റിൽ ഇരിക്കുന്നിടത്താണല്ലോ ഞാൻ ഇറങ്ങി വന്നത്. എന്നിട്ടാണല്ലോ ആ സംവിധാനത്തോട് ഞാൻ ഏറ്റുമുട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചോ എൻ്റെ നാളെ ഭാവിയെക്കുറിച്ചോ ഒന്നും ആലോചിക്കും. നമുക്കിപ്പോൾ ജനം ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം, ഇനിയും എനിക്കോ 1.5 വർഷം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഈ ദുർഭരണം, ഈ പറയുന്ന പിണറായിസം, ആ കുടുംബാധിപത്യ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമാണ്. അതിലേറെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾക്ക് ആവശ്യമാണ്. അവരത് മനസ്സിലാക്കും. PV അൻവർ അന്ന് പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്ന് കാലം തെളിയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ആ പാർട്ടിയെ എത്തിക്കുന്നിടത്തേക്കാണ് ഇന്ന് CPM നിലനിൽക്കുന്നത്. ഇന്ന് അവിടെ രാഷ്ട്രീയമില്ല, കമ്മ്യൂണിസം ഇല്ല, പാർട്ടിയില്ല. എന്താണോ പിണറായി അതാണ് പാർട്ടി, അതാണ് ഭരണം എന്ന് പറയുന്നതിന് തലവെച്ച് കൊടുക്കുന്ന ആ രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം പാവപ്പെട്ട സഖാക്കൾ ഒരു കാലം കഴിയുമ്പോൾ, അധികമൊന്നും വൈകണ്ട, തിരിച്ചറിയും. അന്ന് ആ ചങ്ങാതി പറഞ്ഞത് ശരിയായിരുന്നില്ലേ. അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെയും ഈ പ്രസ്ഥാനത്തെയും പിണറായിസം കൊണ്ടുപോകുന്നത്. ഇന്ന് ഈ പിന്തുണച്ച് സംസാരിച്ചവരൊക്കെ നാളെ അവരുടെ കൂടെയോ അല്ലെങ്കിൽ അൻവറിൻ്റെ കൂടെയോ അവരുണ്ടാകുമെന്ന് കരുതുമോ? ഞാനങ്ങനെ ആരെയും ഒന്നും കരുതിയെന്നാണ് ആദ്യം സൂചിപ്പിച്ചില്ല. ഇപ്പോൾ ഈ ദുർഭരണം താഴെ ഇറക്കണം. അതിന് UDF-ഉമായും അതുമായി സഹകരിക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര ശക്തികളുമായി യോജിച്ചുള്ളൊരു പോരാട്ടത്തിൽ അതിൻ്റെ എന്താ പറയുക ഒരു പടയാളിയായി അല്ലെങ്കിൽ ഒരു പോരാളിയായി അല്ലെങ്കിൽ ഒരു സാധാ പ്രവർത്തകനായി അതിനോടൊപ്പം ഞാനുണ്ടാവും. ഇപ്പം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ എന്തിനാണ്? രാഷ്ട്രീയമായിട്ട് പിണറായി ഗവൺമെൻറ്റിൻ്റെ നയവൈകല്യം കൊണ്ടാണ് ഇവിടെ ഗവൺമെൻറ്റിന് വോട്ട് കിട്ടാത്തത്, തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ട് കിട്ടാത്തത്. ആ കിട്ടാത്തതിൻ്റെ കാരണം അനലൈസ് ചെയ്യാതെ ഇവിടെ ന്യൂനപക്ഷങ്ങൾ തിരിച്ച് വോട്ട് ചെയ്തു. പിന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല, അപ്പം ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടണം, അതിന് ന്യൂനപക്ഷം വർഗീയമാണ് എന്ന് നിരന്തരമായി പറയുക. ആ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു നാമധാരി എന്ന നിലക്ക് ആ ആംഗിളിലേക്ക് എന്നെ കൊണ്ടുപോവുക. എൻ്റെ യോഗങ്ങൾ പങ്കെടുക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ്, SDP ആണ്, ആനയാണ്, ചേനയാണെന്ന് പറയുക, എന്നിട്ട് ആ ആംഗിളിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ രാഷ്ട്രീയത്തെ മൊത്തം തിരിച്ചു നോക്കുകയാണ് പിണറായി. ഇപ്പം ഈ ഒരു അറസ്റ്റ് കൊണ്ട് എന്താ പിണറായിക്ക് നേടാൻ കഴിഞ്ഞത്? ഞാനതിൽ ഹാപ്പിയാണ്. പിണറായിയോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം ഈ വിഷയം ഇത്ര വലുതായിന്ന്, ഇതിൻ്റെ സീരിയസ്നെസ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ അറിഞ്ഞു, മനസ്സിലായോ? അപ്പം മുകളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ തീരുമാനം ആത്യന്തികമായി ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഈ വിഷയം പരിഹരിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇടപെടും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് കണ്ടാൽ മതി ഇത്. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും ഇപ്പം കത്തിജ്വലിച്ചത്. അല്ലെങ്കിൽ ഇത് മണ്ണിട്ട് പോയിട്ട് ആരും അറിയാതെ